27ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നു. ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ കൂളം റിക്വയർഡ് ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് 1 mole ഓഫ് വാട്ടർ ടു ഓക്സിജൻ ഈസ് ഡാഷ് ഇൻറ്റു 10⁵ കൂളം. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 2 ലോ ഉണ്ട് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. അതിൽ ഫസ്റ്റ് ലോയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് ഈസ് ഈക്വൽ ടു ഇക്വലൻ്റ് മാസ്. അതിനെ നമ്മൾ കീ എന്നെടുക്കാം. ഇക്വലൻ്റ് മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, അറ്റോമിക് മാസ് ബൈ വാലൻസി എന്ന അർത്ഥത്തിലാണ്. ഇൻറ്റു ചാർജ് ഡിവൈഡഡ് ബൈ 96,500 കൂളം. ഇതാണ് ഇക്വേഷൻ. അതിൽ ക്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡബിൾ ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു 96,500 കൂളം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടർ, വാലൻസി എന്ന് പറയും. അപ്പോൾ ഈ അറ്റോമിക് മാസിനെ ഞാൻ ലെഫ്റ്റിലേക്ക്, ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റോമിക് മാസിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ W ബൈ അറ്റോമിക് മാസ്, ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്, നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്നിനെ അങ്ങ് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാൻ 96,500 അവിടെ ചെല്ലുന്നു, ക്യൂ ഇങ്ങനെ കിട്ടുന്നു. എൻ എന്ന് പറഞ്ഞാൽ എൻ ഫാക്ടർ, ഓക്സിജൻ്റെ എൻ ഫാക്ടർ. ഓക്സിജൻ്റെ എൻ ഫാക്ടർ 2 ആണെന്ന് നമുക്കറിയാം. 2 ആണ് ഇവിടുത്തെ വാലൻസി. ഓക്സിജൻ്റെ വാലൻസി നമുക്കറിയാമല്ലോ 2 ആണ്. അതായത് ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് ആണ് നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്ര പറഞ്ഞിട്ടുണ്ട്? 1 mole എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 1 ഇൻറ്റു എൻ ഫാക്ടർ 2 ആണ്, 96,500 കൂളമ്പാണ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 1.9 ഇൻറ്റു 10⁵ കൂളം എന്ന ആൻസർ കിട്ടുന്നു. 1.9 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 10⁵. അപ്പോൾ ആൻസർ 2 ആണ് ഇവിടെ. ഈസിയാണ് ആൻസർ. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ വെച്ചിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് പ്രപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് എന്നാണ് ഫസ്റ്റ് ലോ പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. W എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ്. E എന്ന് പറഞ്ഞാൽ ഇക്വലൻ്റ് മാസ്. അറ്റോമിക് മാസിനെ വാലൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇക്വലൻ്റ് മാസ് കിട്ടുന്നത്. ക്യൂ ചാർജ് 96,500 കൂളമാണ്, 1 ഫാരഡേ. ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് വരാം. ഈസി ക്വസ്റ്റ്യൻ. നമുക്ക് ഒരു സമയം പോലും വേസ്റ്റ് ആക്കാതെ തന്നെ NCERT പഠിച്ചവർക്ക് ഈസി ആൻസറിലേക്ക് എത്താം. സോ ഹിയർ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ.